ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ LP-UP സിലബസ് അല്ല LDC സിലബസിൻ്റെ ഭാഗമാണ് നദീതട സംസ്കാരങ്ങൾ എന്നൊരു ഭാഗം. അതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, അതേപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം, ഇങ്ങനെ 3 സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ചെറിയ വീഡിയോ ആണ്, അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു കരുതുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. നമുക്ക് സിന്ധു നദീതട സംസ്കാരം നോക്കാം. PSC എക്സാമുകൾ, പ്രധാനപ്പെട്ട HSA എക്സാമുകളൊക്കെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി LP-UP എക്സാമിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു എക്സാമാണ്. സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന എക്സാമാണ്, ഒരു ചോദ്യമാണിത്, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടത്. അതേപോലെ ഏതൊരു LDC എക്സാമും ഒക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് സിന്ധു നദീതട സംസ്കാരം. നമുക്ക് ഈ സംസ്കാരങ്ങൾ ഒരുപാട് പഠിച്ചാൽ നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് എന്താണ് സിന്ധു നദീതട സംസ്കാരം, അതിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ അതെവിടെയാണ് നമ്മൾ കണ്ടെത്തിയത്, ആരാണ് കണ്ടെത്തിയത് അവിടുന്ന് എന്തെല്ലാമാണ് കണ്ടെത്തിയെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ ആണ്, അതിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് നോക്കാം എന്താണ് സിന്ധു നദീതട സംസ്കാരം. നമുക്കറിയാം മനുഷ്യൻ്റെ മുൻകാലത്തിൽ നമ്മുടെ സംസ്കാരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന പ്രദേശങ്ങൾ പലതുണ്ട് നമ്മൾ റോമൻ സംസ്കാരം എന്ന് പറയും, ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയും, സിന്ധു നദീ സംസ്കാരങ്ങൾ പറയും അപ്പം നമ്മുടെ സിന്ധു നദീതട സംസ്കാരം നമ്മൾ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വളർന്നു വന്ന സംസ്കാരമാണ് ഇത് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുക. ഇനി സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏതെല്ലാം പ്രദേശമാണ് സിന്ധു നദീതട സംസ്കാരം വ്യാപിച്ചു കിടന്നത് എന്ന് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, സിന്ധു പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർ വരെയും, അതേപോലെ വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും വ്യാപിച്ചു കിടന്ന സംസ്കാരത്തെ പറയുന്ന പേരാണെന്ത്, സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടിയല്ലോ. എന്താണ് സിന്ധു നദീ സംസ്കാരം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ തീരം മുതൽ ഉത്തർപ്രദേശിലെ ആലംഗീർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരത്തിന് പറഞ്ഞ പേരാണെന്ത്, സിന്ധു നദീതട സംസ്കാരം. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ അല്ലേ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, സിന്ധു നദീതട സംസ്കാരം അത് നിലനിന്നിരുന്ന കാലഘട്ടം നോക്കിയേ, BC 2700 മുതൽ 1700 BC വരെയാണ്. അപ്പം ഓക്കെ ആണല്ലോ. ഇപ്പം എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്ന് ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടവും പറഞ്ഞു. അതാണ് 2700 മുതൽ 1700 BC വരെയാണ് ഇത് സിന്ധു നദീതട സംസ്കാരം നിലനിന്ന കാലഘട്ടം. ഇത്ര മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഞാൻ പറഞ്ഞായിരുന്നു സിന്ധു നദീതട സംസ്കാരം അതിൻ്റെ വ്യാപിച്ചു കിടന്ന ഏരിയ ഞാൻ പറഞ്ഞു ഈ വ്യാപിച്ചു കിടന്ന ഏരിയയിൽ ഒരുപാട് സൈറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ പേരാണത്, ആ വളർന്നു വന്ന സംസ്കാരത്തിന് പറഞ്ഞ പേരാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും. ഈ സംസ്കാരത്തിൽ തന്നെ പല സൈറ്റുകളായിട്ട് ഓരോ തവണയായിട്ട് അപ്പം 1921 ഹാരപ്പ എന്ന പ്രദേശം നമ്മൾ കണ്ടെത്തിയത് ആ സംസ്കാരം നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ പല കാലഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തത്, പല സൈറ്റുകൾ കണ്ടെത്തിയത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതെല്ലാമാണ്, പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതെല്ലാമാണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഹാരപ്പ, മോഹൻജാദാരോ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കൺഫ്യൂഷൻ മാറിയില്ല, എന്താണ് അപ്പോൾ ഇതെന്താ ഹാരപ്പ, മോഹൻജാദാരോ ഒക്കെ എന്താണ്, സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകളാണ്, നമ്മൾ കണ്ടെത്തിയ പ്രദേശങ്ങളാണിത്, ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് സിന്ധു നദീതട സംസ്കാരത്തിലുള്ള പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതെല്ലാമാണ് നോക്കിക്കേ. ഏതാണ്? 1 ഹാരപ്പ, 2 മോഹൻജൊദാരോ, 3 ചാൻഹുദാരോ, 4 കാലിബംഗൻ, അടുത്ത് 5 ലോത്തൽ, ബൻവാലി, ധോളാവീര. അപ്പോൾ ഇത്രയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ. 3ാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. അപ്പം ഞാൻ ആദ്യം എന്താണ് സിന്ധു നദീ സംസ്കാരം പറഞ്ഞു, 2ാമത് ബോർഡർ പറഞ്ഞു തന്നു, 3ാമത്തത് അതിൻ്റെ കാലഘട്ടം പറഞ്ഞു, 4ാമത് പ്രധാനപ്പെട്ട സൈറ്റുകൾ പറഞ്ഞു തന്നു. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഹാരപ്പ അതെവിടെയാണ്, പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലാണ്. മോഹൻജാദാരോ എവിടെയാണ്, അതും പാകിസ്ഥാനിലാണ്. ചാൻഹുദാരോ എവിടെയാണ്, അതും പാകിസ്ഥാനിലാണ്. അപ്പം ഈ 3 പാകിസ്ഥാനിൽ. ബാക്കി വരുന്ന കാലിബംഗൻ, ലോത്തൽ, ബൻവാലി, ധോളാവീര ഇതൊക്കെ എവിടെയാണ്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലാണ്. ഇപ്പം അടുത്ത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ
പാകിസ്ഥാനിൽ താഴെ പറയുന്ന കാലിബംഗൻ, ലോത്തൽ, ബൻവാലി, ധോളാവീര ഈ 4 സൈറ്റുകൾ എവിടെയാണ്? ഇന്ത്യയിലാണ്. കറക്റ്റായിട്ട് ബോർഡർ അത് പറയുമ്പോൾ നമുക്ക് പഠിച്ചു പോകാം. ഇപ്പം സിമ്പിളായിട്ട് ഇത്ര പഠിച്ചു വയ്ക്കുക: കാലിബംഗൻ, ലോത്തൽ, ബൻവാലി, ധോളാവീര ഇന്ത്യയിലും, ഹാരപ്പ, മോഹൻജാദാരോ, ചാൻഹുദാരോ എന്ന് പറഞ്ഞ പ്രദേശങ്ങൾ എവിടെയാണ്? പാകിസ്ഥാനിലുമാണ്. പഠിച്ചു വയ്ക്കുക. ഇത്ര ഓക്കെയാണല്ലോ. ഇനി അടുത്തത് കോമൺ ആയിട്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. അതായത് നോക്കൂ, ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി നടത്തിയത് ആരാണ്? സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ മനസ്സിലായില്ലേ? ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്താരാണ്? സിന്ധു നദീതട വാസികളാണ്. രണ്ടാമത്തെ നോക്കി, PSC ചോദിച്ച മുൻകാല ചോദ്യങ്ങളാണ് ഷോർട്ടായിട്ട് ഞാൻ എഴുതിയേക്കുന്നത്. മെലൂഹ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സപ്പൊട്ടോമിയൻ രേഖകളിൽ മെലൂഹ എന്ന് പ്രതിപാദിക്കുന്ന പ്രദേശം ഏതാണ്? സംസ്കാരം ഏതാണ്? അത് സിന്ധു നദീതട സംസ്കാരമാണ്. അടുത്ത് നോക്കൂ, പരീക്ഷ എഴുതിയവർക്കറിയാം ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇനിയത്തെ കാലത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് LDCക്കൊക്കെ ചോദ്യമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കുമ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ തരും അല്ലേ? അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത് നോക്കി, അടുത്തത് ഹരിയൂപിയ എന്ന് ആര്യന്മാർ വിശേഷിപ്പിച്ച സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരമാണ്. അപ്പം മെലൂഹ, ഹരിയൂപിയ എന്നതെല്ലാം ഏതുമായി ബന്ധപ്പെട്ട ടേമുകളാണ്? സിന്ധു നദീ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണ്. അത്ര മനസ്സിലായല്ലോ? ഇനി നോക്കി, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണ്? ദ്രാവിഡരാണ്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാണ്? ദ്രാവിഡരാണ്. അടുത്ത് നോക്കൂ, PSC ചോദിച്ചുള്ള ചോദ്യം തന്നെയാണ് ഈ 2 എണ്ണം. അതായത് സിന്ധു നദീതട നിവാസികൾക്ക് പരിചയമുള്ള ലോഹം ഏതാണ്? ചെമ്പാണ്. ഇനി പരിചയമില്ലാത്ത ലോഹം ഏതൊക്കെയായിരുന്നു? ഇത് LP UP ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പരിചയമില്ലാത്ത ലോഹം ഏതാണ്? ഇരുമ്പ്, വെള്ളി അവർക്ക് പരിചയമില്ലാത്ത ലോഹങ്ങളാണ്. അപ്പം എത്ര മനസ്സിലായല്ലോ? അപ്പം മെലൂഹ, ഹരിയൂപിയ എന്ന പേരിൽ അറിയപ്പെട്ട പ്രദേശം അതേപോലെ നോക്കൂ, അവർക്ക് പരിചയമുള്ള ലോഹം ഏതാണ്? ചെമ്പാണ്. പരിചയമില്ലാത്ത ലോഹം ഏതാണ്? ഇരുമ്പ്, വെള്ളി. അതേപോലെ അടുത്തൊരു ചോദ്യം PSC ചോദിച്ചതാണ്, അവർ കണക്കിൽ മാതൃസംഖ്യയായിട്ട് ഉപയോഗിക്കുന്ന സംഖ്യ അക്കം ഏതാണ്? 16 അപ്പം സിന്ധു നദീതടവാസികൾ കണക്കിൽ മാതൃകാ സംഖ്യയായിട്ട് ഉപയോഗിച്ചത് ഏതാണ്? 16 ആ 16 നമ്പർ മറക്കണ്ട. ഇത്ര മനസ്സിലായല്ലോ? അടുത്ത് നോക്കിയേ, ഒരുപാട് തവണ PSC ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഏതാണ്? സിന്ധു നദീതട സംസ്കാരം ഉത്ഖനനം ചെയ്തത് ആരാണ്? ജോൺ മാർഷലാണ്. അടുത്ത ചോദ്യം, ആ പേര് സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയതാരാണ്? അതും ജോൺ മാർഷലാണ്. അതേപോലെ കൺഫ്യൂഷൻ വരും, സിന്ധു നദീതട സംസ്കാരം ആ സംസ്കാരത്തെക്കുറിച്ച് ആദ്യം പരാമർശിച്ചതാരാണ്? ചാൾസ് മെസോൺ ആണ്. നമ്മൾ ഓടിപ്പോയിട്ട് ജോൺ മാർഷലിന് എഴുതരുത്. ആൻസർ എന്താണ്? ചാൾസ് മെസോൺ ആണ്. അപ്പോൾ ഇത്രയുമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ബേസിക് പോയിന്റുകളിൽ വരുന്നത്. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈറ്റുകൾ ആണല്ലോ. അതിൽ പ്രധാനപ്പെട്ട ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്താണ് ഹാരപ്പ സംസ്കാരം. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ ഹാരപ്പ സംസ്കാരം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പഠിച്ചല്ലോ. എന്താ ഹാരപ്പ സംസ്കാരം എന്ന് പറഞ്ഞാൽ? അതായത് 2000 BC 2700 മുതൽ 1700 വരെ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ഇത് സിന്ധു നദീതട സംസ്കാരം. ആ സംസ്കാരം എവിടെയൊക്കെയാ? പാകിസ്ഥാനിലും ഇന്ത്യയുമായി വ്യാപിച്ചു കിടന്നിരുന്നു. ഓക്കെ ആണല്ലോ. ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ പാകിസ്ഥാനിൽ നിലനിന്നിരുന്ന ഒരു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു സൈറ്റാണേത്, ഒരു പ്രദേശമാണേത് ഹാരപ്പ. ഇത്ര പറയാൻ ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി, ഹാരപ്പ സംസ്കാരം നിലനിന്ന വർഷം ഏതാണ്? നിലനിന്ന വർഷമല്ല, അത് കണ്ടെത്തിയ വർഷം ഏതാണ്? 1921 അത് ഉത്ഖനനം ചെയ്തത്. മനസ്സിലായല്ലോ? അപ്പോൾ വർഷം മറക്കണ്ട. അത് ആരാണ് ആ പർട്ടിക്കുലർ സൈറ്റ് കണ്ടെത്തിയത്? ദയാനാം സാഹ്നി. അപ്പോൾ മറക്കണ്ട. പിന്നെ സിന്ധു നദീതട സംസ്കാരം ഉത്ഖനനം ചെയ്തത് ആരാണ് എന്ന ചോദ്യം അങ്ങനെയാണ് വന്നെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജോൺ മാർഷൽ എന്ന് യൂസ് ചെയ്യണം. ഹാരപ്പ എന്ന് എടുത്ത് ചോദിച്ചാൽ ഇത് പറയണം, ദയാനാം സാഹ്നിയാണ്. ഓക്കെ. ഇനി നോക്കി, ഇത് ഏത് നദിയുടെ തീരത്താണ് ഹാരപ്പ സംസ്കാരമുള്ളതെന്ന് നോക്കി. അതാണ് രവി നദിയുടെ തീരത്ത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു, സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞായിരുന്നു, എവിടെയാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി, ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ്?
പാകിസ്ഥാനിലെ സഹീർവാൾ അതേപോലെ മോൺഗോമറി ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ സഹീർവാൾ അതേപോലെ മോൺഗോമറി എന്ന ജില്ലകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹാരപ്പ എന്ന സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് നോക്കൂ. ഇനി കോമൺ ആയിട്ട് സിന്ധു നദീതട സംസ്കാരത്തിലെ ഹാരപ്പ എന്ന പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് അവിടുന്ന് കണ്ടെത്തിയ അല്ലെ അതിൻ്റെതായ ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം. ഒന്നാമത് നോക്കൂ, സിന്ധു സൈറ്റിൽ ആദ്യമായി ഉത്ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? നമ്മൾ പറഞ്ഞ സിന്ധു നദീതട സംസ്കാരത്തിൽ ഒരുപാട് സൈറ്റുകളുണ്ട് അല്ലെ. അതിൽ ആദ്യമായി നമ്മൾ ഉത്ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഹാരപ്പയാണ്. അപ്പം മറക്കണ്ട, സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയാണ്? സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യമായി ഉത്ഖനനം ചെയ്ത പ്രദേശം ഹാരപ്പയാണ് അല്ലെ. 3-4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരും. അപ്പം ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലെ. രണ്ടാമത്തെ നോക്കി, മഹത്തായ ധാന്യപ്പുര എവിടെയാണത്? അതും ഹാരപ്പയിലാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത്. മാതൃനഗരം കണ്ടെത്തിയ എവിടെയാണ്? അതും ഹാരപ്പയിലാണ്. അതായത് ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്ത എവിടെയാണ്? ഹാരപ്പയിലാണ്. നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്ത സംസ്കാരം ഏതാണ്? സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളാന്ന് പറഞ്ഞു അല്ലേ. അതിൽ പർട്ടിക്കുലറായിട്ട് പറഞ്ഞാൽ ഏതാണ്? ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്ത ജനത ആരാണ്? ഹാരപ്പൻ ജനതയാണ്. ഓക്കെ ആണല്ലോ. ഹാരപ്പയിലാണ് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്ത്. ഇത്ര ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന LP UP ഒക്കെ സ്റ്റേറ്റ്മെന്റ് രീതി ചോദിക്കാൻ ചോദ്യം നോക്കാം. എന്താണ് പ്രധാന കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? അപ്പോൾ ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയ പ്രധാന കണ്ടെത്തൽ ഏതൊക്കെയാണ്? ഒന്ന്, H ആകൃതിയിലുള്ള സെമിത്തേരി കണ്ടെത്തിയിട്ടുണ്ട്, ധാന്യപ്പുരകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതേപോലെ കല്ലിൽ തീർത്ത സ്ത്രീലിംഗ മാതൃകകൾ കണ്ടിട്ടുണ്ട്, ചുട്ടെടുത്ത അടുപ്പുകൾ കണ്ടിട്ടുണ്ട്, ചെറിയ കാളവണ്ടിയുടെ രൂപം, അതേപോലെ പട്ടിമാനിനെ വേട്ടയാടുന്ന രൂപം. ഇത്രയുമാണ് നമ്മൾ ഇവിടുന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയത്. ഇപ്പം ഇത്ര കാര്യങ്ങൾ ഓർത്തല്ലോ. ഇതാണ് ഹാരപ്പയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ട് കാര്യങ്ങൾ. അടുത്ത് നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഏതാണ്? മോഹൻജാദാരോ അല്ലേ. എന്താണ്? ഓൾറെഡി നമുക്കറിയാം. മോഹൻജാദാരോ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്. ഇന്ത്യയിൽ നിലനിന്ന സംസ്കാരമാണ്, ഇന്ത്യയും പാകിസ്ഥാനുമായി നിലനിന്ന സംസ്കാരമാണ് ഇത് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സൈറ്റാണെന്ത്? മോഹൻജാദാരോ. ബേസിക്കായിട്ടുള്ള എന്താ സാധനം എന്ന് മനസ്സിലായല്ലോ. ഇനി എനിക്ക് ഇവിടെ കാണാലോ, വർഷം കാണാലോ, എന്താ സംഭവം പറഞ്ഞ്. അപ്പം 1922 എന്ത് ചെയ്തത്? ഉത്ഖനനം ചെയ്തത്. മനസ്സിലായല്ലോ. ആരാണ് ഉത്ഖനനം ചെയ്യാൻ നേതൃത്വം നൽകി വരുത്തിയാനാണ്? RD ബാനർജിയാണ്. RD ബാനർജി. എന്നാൽ ഹാരപ്പ ആരാ ചെയ്തത്? ഹാരപ്പ ദയാനാം സാഹ്നിയുടെ നേതൃത്വത്തിലാണ് ഉത്ഖനനം ചെയ്തത്. മാറണ്ട, ഇത് ഈ പേരുകളാണ് PSC ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഉത്ഖനനം ചെയ്ത ആൾ ആരാണ് എന്ന സ്റ്റേറ്റ്മെന്റ് രീതിയിലോ അല്ലാതെയോ ചോദിക്കും. ഓക്കെ, അടുത്ത് നോക്കൂ. നമ്മൾ പറഞ്ഞായിരുന്നു ഹാരപ്പ എന്ന സംസ്കാരം പാകിസ്ഥാനിലാണ്, മോഹൻജാദാരോയും ഇവിടെ തന്നെയാണ്, പാകിസ്ഥാനിലാണ് അല്ലേ. ഹാരപ്പ എവിടെയാണ് നിലനിൽക്കുന്നത്? സഹീർവാളും അതേപോലെ മൗണ്ട് ഗോറി ജില്ലകളിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ മോഹൻജാദാരോ നിലനിൽക്കുന്ന ജില്ല ഏതാണ്? പാകിസ്ഥാനിലെ തന്നെ ലാർഖാന ജില്ലയിലാണ്. എവിടെയാണ്? ലാർഖാന ജില്ലയിൽ. മറക്കണ്ട. അതേപോലെ നോക്കി, നമ്മൾ പറഞ്ഞായിരുന്നു ഹാരപ്പയുടെ പ്രത്യേകത എന്താണ്? സിന്ധു നദീയുടെ സൈറ്റിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയത് ഏതാണ്? ആദ്യം കണ്ടെത്തിയത് ഹാരപ്പയാണ്. അതേപോലെ തന്നെ ഒരു പ്രത്യേകത ആർക്കുണ്ട്? മോഹൻജാദാരോയ്ക്ക് ഉണ്ട്. എന്താ പ്രത്യേകത? ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ സിന്ധു നദീതട സൈറ്റ് ഏതാണ്? മോഹൻജാദാരോയാണ്. അപ്പോൾ ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ സൈറ്റ് ഏതാണ്? മോഹൻജാദാരോയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് നോട്ട് എഴുതി തന്നെ പഠിക്കണം. അടുത്ത് നോക്കി, PSC ചോദിച്ചിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന എന്താണ് സിന്ധു നദീതട സൈറ്റ് ഏതാണ്? മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സിന്ധു നദീതട സൈറ്റ് ഏതാണ്? അത് മോഹൻജാദാരാണ്. അപ്പം മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജാദാരാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഹൻജാദാരോയിൽ നമുക്ക് കണ്ടെത്തിയ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത് നോക്കി, കൂട്ടമായി ശവം അടക്കിയതിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത് എവിടെയാണ്? മോഹൻജാദാരോയിലാണ്. അതേപോലെ നോക്കി, മഹാജ്ഞാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തി. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മോഹൻജാദാരോയിലാണ് കേട്ടോ. അതുപോലെ അഴുക്കുചാൽ ഡ്രെയിനേജ് സിസ്റ്റം കണ്ടെത്തി. എന്താണ്? ഡ്രെയിനേജ് സിസ്റ്റം കണ്ടെത്തി. അതേപോലെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന സംസ്കാരം ഏതാണ്? മോഹൻജാദാരോ സൈറ്റ് അവിടെയാണ്. അപ്പം വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതുന്നു ഈ പ്രദേശം. മനസ്സിലായല്ലോ. അതേപോലെ നോക്കിയേ, ഇവിടെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട മറ്റു ചില കണ്ടെത്തലുകൾ നോക്കിയേ. ഏറ്റവും വലിയ ധാന്യപ്പുര കണ്ടെത്തി, അതേപോലെ ക്ഷേത്രത്തിൻ്റെ മാതൃക കണ്ടെത്തി, അസംബ്ലി ഹാള് കണ്ടെത്തി, അതേപോലെ
പുരോഹിതൻ്റെ പ്രതിമ കണ്ടെത്തി. അതേപോലെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ, അതേപോലെ ആട്, എരുമ എന്നിവയുടെ പ്രതിമ നമ്മൾ കണ്ടെത്തി. അതേപോലെ മാലിന്യ സംസ്കരണവുമായി കേന്ദ്രം അല്ലേ, മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി. അപ്പോൾ ഇത്രയുമാണ് മോഹൻജാദാരോയി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ PSC ചോദിക്കുന്നത്. അപ്പം സിന്ധു ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിന്ധു നദീതട സംസ്കാരം അത് എന്താണെന്ന് പറഞ്ഞു, ആ പ്രധാനപ്പെട്ട സൈറ്റുകൾ പറഞ്ഞു, കണ്ടെത്തിയ വർഷം പറഞ്ഞു, ബേസിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം ഏതാണ് പ്രധാനപ്പെട്ട 2 സൈറ്റുകൾ ഏതാണ്? ഹാരപ്പയും മോഹൻജാദാരോയും ഡിസ്കസ് ചെയ്തു. അപ്പം വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം PSC ചോദിക്കുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഒഴിവാക്കാത്തൊരു ഭാഗമാണ് വിവിധ സംസ്കാരങ്ങൾ. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടോമിയ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം. ഇങ്ങനെ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തീർച്ചയായിട്ടും PSC ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി, ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാർക്ക് ചെയ്ത് തരും. അത് നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയതും കൂടുതൽ കാലം നീണ്ടു നിന്നതുമായ സംസ്കാരങ്ങളിലൊന്നാണ് ഇത് പ്രാചീന ഈജിപ്തിൻ്റേത്. അപ്പോൾ പ്രത്യേകത എന്താണ്? ഏറ്റവും പഴയതാണ്, അതേപോലെ എന്താണ് കൂടുതൽ കാലം നീണ്ടു നിന്നതുമായ ഒരു സംസ്കാരമാണ് ഇത് ഈജിപ്ഷ്യൻ സംസ്കാരം. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ് നോക്കി. 7000ഓളം വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദീക്കരയിൽ ഉത്ഭവിച്ച ഈ സംസ്കാരം ഏതാണ്ട് 3000 വർഷം നിലനിന്നു. അപ്പം 7000ഓളം വർഷം പഴക്കമുള്ള ഈ സംസ്കാരം ഏത് നദിക്കരയിലാണ്? നൈൽ നദിക്കരയിൽ ഉത്ഭവിച്ച് 3000 വർഷത്തോളം നിലനിന്നു. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? നൈൽ നദിയുമായി ബന്ധപ്പെട്ട സംസ്കാരമാണേത്? ഈജിപ്ഷ്യൻ സംസ്കാരം. അടുത്ത പോയിന്റ് നോക്കി. പ്രാചീന കാലം തൊട്ടേ പല ദിക്കിൽ നിന്നും ആളുകൾ കുടിയേറി പാർത്തിരുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം നോക്കി. വടക്ക് മധ്യ ധരണ്യാഴി, തെക്കുഭാഗത്ത് വമ്പൻ വെള്ളച്ചാട്ടങ്ങൾ, കിഴക്കും പടിഞ്ഞാറും മരുഭൂമി, അതിനപ്പുറം കൊടുങ്കാട്. അപ്പോൾ എന്തൊക്കെയാണ്? മധ്യധരണ്യാഴി, അതേപോലെ വമ്പൻ വെള്ളച്ചാട്ടങ്ങൾ, അതേപോലെ മരുഭൂമി, കൊടുങ്കാട് അല്ലേ. അപ്പം ഇങ്ങനെ അതിരുകളാൽ ചുറ്റപ്പെട്ട ഈജിപ്ത് സംരക്ഷിക്കപ്പെടുന്ന നൈൽ നദിക്കരയിൽ പുറത്തു നിന്നുള്ള ആക്രമണങ്ങളെ പേടിക്കുകയേ വേണ്ട. എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകത്തില്ല. അതേപോലെ എന്താണ്? നൈൽ നദി ഉള്ളതുകൊണ്ട് ഫലഭൂഷ്ടമായ മണ്ണുണ്ട്, കൃഷിക്ക് യോജിച്ചതാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ അല്ലേ പ്രാചീന കാലം തൊട്ടേ പല ദിക്കിൽ നിന്നും ആളുകൾ കുടിയേറി പാർത്തിരുന്നു. ഇത്ര കാലം മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നോക്കിയേ. ആദ്യകാലത്ത് അപ്പർ ഈജിപ്ത് എന്നും ലോവർ ഈജിപ്ത് എന്നും അറിയപ്പെട്ട 2 രാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു ഈജിപ്ത്. മനസ്സിലായില്ലേ? അപ്പം എന്താണ്? ആദ്യകാലത്ത് ഈജിപ്ത് 2ആയി തിരിച്ചിരുന്നു. ഏതാണ്? അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും എന്നറിയപ്പെടുന്ന 2 രാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ. BC 3000-നോടടുത്ത് മെനസ് എന്ന ശക്തനായ രാജാവ് ഈ 2 രാജ്യങ്ങളെയും ഒന്നിച്ചു ചേർത്ത് മെംഫിസ് തലസ്ഥാനമാക്കി ഒരു സാമ്രാജ്യത്തിന് രൂപം നൽകി. അപ്പോൾ ആദ്യം അപ്പർ ഈജിപ്ത്, ലോവർ ഈജിപ്ത് എന്നറിയപ്പെട്ടിരുന്ന ഈജിപ്ഷ്യൻ പ്രദേശം ആരാണ്? ഏകദേശം 3000 BC-യോടടുത്ത് മെനസ് എന്ന ശക്തനായ രാജാവിൻ്റെ പേര് ഓർക്കണം. എന്താണ്? അപ്പം അപ്പർ ഈജിപ്തും ലോവർ ഈജിപ്തും ഒന്നിച്ചൊരു സാമ്രാജ്യമാക്കി മാറ്റിയ രാജാവാരാണ്? മെനസാണ്. മെനസ് എന്ന ശക്തനായ രാജാവ് ഈ 2 രാജ്യങ്ങളെയും ഒന്നിച്ചു ചേർത്ത് മെംഫിസ് തലസ്ഥാനമാക്കി ഒരു സാമ്രാജ്യത്തിന് രൂപം നൽകി. അടുത്തതായി നോക്കി. ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്യം ഭരിച്ചവർ ഫറവോ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ രാജ്യം ഭരിച്ചവർ അറിയപ്പെട്ട പേരെന്താണ്? ഫറവോ. അടുത്ത് നോക്കി. മനുഷ്യവംശത്തിലെ തന്നെ ആദ്യത്തെ മഹാസാമ്രാജ്യം ഈജിപ്തിൽ രൂപപ്പെടുന്നത് ഫറവോമാർക്ക് കീഴിലാണ്. അപ്പം മനുഷ്യ വംശത്തിലെ തന്നെ ആദ്യത്തെ മഹാസാമ്രാജ്യം ഈജിപ്തിൽ രൂപപ്പെടുന്ന ആരുടെ കീഴിലാണ്? ഫറവോമാർക്ക് കീഴിലാണ്. അതേപോലെ അടുത്ത പോയിന്റ് നോക്കി.
ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. അപ്പോൾ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ നോക്കി, ജാമിതിക്ക് തുടക്കമിട്ട ഈജിപ്തുകാരുടെ വാസ്തുവിദ്യാ വൈഭവത്തിലുള്ള ഏറ്റവും വലിയ തെളിവാണ് പിരമിഡുകൾ. അപ്പം ജാമിതിക്ക് തുടക്കമിട്ടതാരാണ്? അപ്പം അതിന് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ജാമിതിക്ക് തുടക്കമിട്ടത് ഈജിപ്തുകാരാണ് അല്ലേ. അതേപോലെ നോക്കിയേ, ലോകത്തിലെ ആദ്യത്തെ പഞ്ചാംഗം നിർമ്മിച്ച അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പഞ്ചാംഗം നിർമ്മിച്ചതാരാണ്? ഈജിപ്തുകാരാണ്. എഴുതി വെക്കണം. അപ്പോൾ ജാമിതി, പഞ്ചാംഗം ഇതൊക്കെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? ഈജിപ്തിലാണ്. അതേപോലെ നോക്കി, 30 ദിവസമുള്ള 12 മാസവും 5 ദിവസവും ചേർത്ത് 365 ദിവസമായിരുന്നു ഈ പഞ്ചാംഗത്തിൽ. അപ്പോൾ ദിവസങ്ങൾ എണ്ണ കോർക്കട്ടോ. എത്രയാ? 12 മാസം. അതേപോലെ 30 ദിവസവുമുള്ള 12 മാസങ്ങൾ ഉൾപ്പെട്ട പഞ്ചാംഗമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ നോക്കി, മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏതാണ്? ചെമ്പാണ് അല്ലേ. അപ്പം ആദ്യമായി ഉപയോഗിച്ചത് ഈജിപ്തിലും പശ്ചിമേഷ്യയിലുമാണ്. അപ്പോൾ ചെമ്പ് ആദ്യമായി ഉപയോഗിച്ചത് എവിടെയാണ്? ഈജിപ്തിലും പശ്ചിമേഷ്യയിലുമാണ്. ഇത്ര മനസ്സിലായല്ലോ. അടുത്തത് ഈജിപ്തുമായി ബന്ധപ്പെട്ട മറ്റു ചില വസ്തുത നമുക്കൊന്ന് പരിശോധിക്കാം. നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്റ്റ് അറിയപ്പെട്ടിരുന്നത്. അപ്പം നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഈജിപ്താണ്. അതേപോലെ നോക്കിയേ, ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പം നൈലിൻ്റെ ദാനം എന്ന് ഈജിപ്തിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം അതിൽ തന്നെ ഉണ്ടെന്താണ്? ചരിത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹെറോഡോട്ടസ് ആണ്. മനസ്സിലായല്ലോ. അടുത്ത് നോക്കി, പ്രാചീന ഈജിപ്തിലെ രാജാവ് ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ട പേരെന്താണ്? ഫറവോയാണ്. അതേപോലെ നോക്കി, അവരെ പ്രാധാന്യം നോക്കി, ഈജിപ്തിലെ ജനങ്ങൾ ഫറവോയെ ദൈവമായി ആരാധിച്ചിരുന്നു. ഈജിപ്തിലെ ജനങ്ങൾ ഫറവോയെ ദൈവമായി ആരാധിച്ചിരുന്നു. അതേപോലെ നോക്കുക, അടുത്ത ചോദ്യം, പ്രാചീന ഈജിപ്തിലെ പ്രധാന ദേവൻ സൂര്യനായിരുന്നു. അപ്പോൾ പ്രാചീന ഈജിപ്തിലെ പ്രധാന ദേവൻ ആരാണ്? സൂര്യനായിരുന്നു. അടുത്ത ചോദ്യം, ഈജിപ്തിലെ ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളെയാണ് മമ്മികൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിച്ചിരുന്നത് അല്ലേ. അപ്പം മമ്മി എന്ന് പറയുന്നതാണ്? ഈജിപ്തിലെ ജനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പൂശി പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മൃതശരീരങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? മമ്മികൾ. അതേപോലെ നോക്കി, ഫറവോമാരുടെ ശവകുടീരങ്ങളെ പിരമിഡുകൾ എന്ന് വിളിക്കുന്നു. അപ്പം പിരമിഡ് എന്ന് പറയുന്നതാണ്? ഫറവോമാരുടെ ശവകുടീരങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പിരമിഡുകൾ. അടുത്ത ചോദ്യം, ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരമായ കെയ്റോയ്ക്കടുത്തുള്ള ഗിസയിലുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് ഏതാണ്? ഗിസയിലുള്ള പിരമിഡാണ്. അത് BC 2650 ഫറവോ ആയിരുന്ന ഗുഫു നിർമ്മിച്ചതാണ് ഗിസയിലെ പിരമിഡ്. അപ്പോൾ ഫറവോ നിർമ്മിച്ചതാണ് ഇത്? ഗിസയിലെ പിരമിഡ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് നോക്കിയേ, 3 ലക്ഷം ആളുകൾ 20 വർഷം പണിയെടുത്താണ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത്. അപ്പം 3 ലക്ഷം ആളുകൾ 20 വർഷം പണിയെടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത്. അപ്പം അതിൻ്റെ വലിപ്പം ആലോചിച്ച് നോക്കൂ. ഓക്കെ. അതേപോലെ നോക്കി, ഈജിപ്തിലെ ഗിസയിലുള്ള ഭീമാകാര ശില്പമാണ് സ്പിങ്സ്. അപ്പോൾ സ്പിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈജിപ്തിലെ ഗിസയിലുള്ള ഒരു ഭീമാകാരമായ ശില്പമാണ് സ്പിങ്സ് എന്നറിയപ്പെടുക. അതിൻ്റെ പ്രത്യേകത എന്താ? സിംഹത്തിൻ്റെ ഉടലും സ്ത്രീയുടെ മുഖവുമാണ് ഈ ശില്പത്തിന്. അപ്പം സിംഹത്തിൻ്റെ ഉടലും സ്ത്രീയുടെ മുഖവുമുള്ള ശില്പത്തിന് പറയുന്ന പേരെന്താണ്? സ്പിങ്സ്. PSC ചോദിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കിയേ, അടുത്ത പോയിന്റ് ഒരുപാട് തവണ ചോദിച്ചതാണ്. ഈജിപ്തിലെ ജനങ്ങൾ വികസിപ്പിച്ചെടുത്ത എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി എവിടുത്തെയാണ്? ഈജിപ്തിലെയാണ്. ഓക്കെ. ഇതുണ്ടോ ഈ പിക്ചർ നോക്കിയേ, ഇതാണിത് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. ഇതും അടുത്തതും ചോദിച്ചതാണ്. പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് ഈജിപ്തുകാർ എഴുതിയിരുന്നത്. അപ്പോൾ ലിപിയുടെ പേര് ഹൈറോഗ്ലിഫിക്സ് ആണ്. അത് എഴുതിയത് എവിടെയാണ്? പാപ്പിറസ് എന്ന ചെടിയുടെ ഇലയിലാണ് എഴുതിയിരുന്നത്, മറക്കരുത്. അതേപോലെ നോക്കി, ദശാംശ സമ്പ്രദായത്തിലുള്ള ഗണിത രീതി ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? ഈജിപ്തുകാരാണ്. അപ്പോൾ ദശാംശ സമ്പ്രദായത്തിലുള്ള ഗണിത രീതി ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? ഈജിപ്തുകാരാണ്. അതേപോലെ നോക്കൂ, സൂര്യനെ അടിസ്ഥാനമാക്കി കലണ്ടർ സംവിധാനം. അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി കലണ്ടർ സംവിധാനം ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? ഈജിപ്തുകാരാണ്. അടുത്തതായി നമുക്ക് ഈജിപ്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈജിപ്താണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈജിപ്താണ് അല്ലേ. അതേപോലെ നോക്കൂ,
സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ആരാണ്? സൗരപഞ്ചാംഗം ആദ്യമായി വികസിപ്പിച്ചത് ഈജിപ്തുകാരാണ് അല്ലേ. അതേപോലെ സ്പിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ശില്പമാണ്. അത് എവിടെയാണ്? ഈജിപ്തിലാണ്. ഓക്കെ. അതേപോലെ ഏതു രാജ്യത്തെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ്? ഏതാണ്? ഈജിപ്തിലെയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. അതേപോലെ നോക്കൂ, ഈജിപ്തിലുണ്ടായിരുന്ന ഹൈറോഗ്ലിഫിക്സ് ലിപിയിലെ അടിസ്ഥാന ചിഹ്നങ്ങളുടെ എണ്ണം 24. മറക്കരുത്. അപ്പോൾ ഈ ഇതിലുണ്ടായിരുന്ന അടിസ്ഥാന ചിഹ്നങ്ങളുടെ എണ്ണം എത്രയാണ്? 24ആണ്. അതേപോലെ നോക്കി, പിരമിഡുകളുടെ രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈജിപ്താണ്. പിരമിഡുകളുടെ രാജ്യം ഈജിപ്താണ്. അതേപോലെ നോക്കൂ, ഏത് രാജ്യത്തെ സംസ്കാരമാണ് പൂച്ചയെ ആരാധിച്ചിരുന്നത്? ഏത് സംസ്കാരത്തെ ആളുകളാണ് പൂച്ചയെ ആരാധിച്ചിരുന്നത്? ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ് അല്ലേ. ഈജിപ്ഷ്യൻ സംസ്കാരം മറക്കണ്ട. അടുത്ത ചോദ്യം നോക്കൂ, പ്രാചീന ഈജിപ്തുകാർ ഏത് പിരമിഡിന്റെ നിഴൽ നോക്കിയാണ് ഋതുക്കൾ നിശ്ചയിച്ചിരുന്നത്? ഗിസയിലെ പിരമിഡാണ്. പ്രാചീന ഈജിപ്തുകാർ ഏത് പിരമിഡിന്റെ നിഴൽ നോക്കിയാണ് ഋതുക്കൾ നിശ്ചയിച്ചിരുന്നത്? ഏതാണ്? ഗിസയിലെ പിരമിഡ്. അടുത്ത് നോക്ക്, തൂത്തൻഖാമന്റെ ശവകുടീരം ഏത് രാജ്യത്താണ്? തൂത്തൻഖാമന്റെ ശവകുടീരം ഏത് രാജ്യത്താണ്? ഈജിപ്തിലാണ് തൂത്തൻഖാമൻ. ഓക്കെ. അതേപോലെ നോക്കി, ഈജിപ്തിൽ അക്ഷരമാലയിലെ എണ്ണം എത്രയാണ്? അപ്പം അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 24. അപ്പം ഈജിപ്ഷ്യൻ അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 20. അപ്പം ഇത്രയുമാണ് ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് വളരെ ബ്രീഫായിട്ട് ചുരുക്കി പറയാനാണെങ്കിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സിന്ധു നദീതട സംസ്കാരം, അതേപോലെ ഹരപ്പ, മോഹൻജാദാരോ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുക്കൾ പരിശോധിക്കാം. നമുക്കറിയാം, ഏതൊരു PSC എക്സാം എടുത്തു നോക്കിയാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ലോകത്തിലെ വൻ ശക്തികളിലൊന്നാണ് നമ്മുടെ രാജ്യമായ ഭാരതം. ആധുനിക ലോകത്ത് മാത്രമല്ല, പ്രാചീന ലോകത്തും നമ്മുടെ രാജ്യം സംസ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, തുടർച്ചയായി നിലനിന്നു പോരുന്ന ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ സംസ്കാര കേന്ദ്രമാണ് ഭാരതം. ഇന്നത്തെ പരിഷ്കൃത രാജ്യങ്ങളിൽ പലതിലും മനുഷ്യവാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മഹത്തായ ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു. ഏതാണ്ട് 5000 വർഷം മുമ്പ് രൂപം കൊണ്ട ആ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സിന്ധു. ഗ്രീക്കുകാർ ഇതിനെ ഇൻഡസ് എന്ന് വിളിച്ചു. സിന്ധുവിൻ്റെയും അതിൻ്റെ കൈവഴിയായ രവി നദിയുടെയും കരയിലുള്ള 2 പ്രദേശങ്ങളാണ് മോഹൻജാദാരോയും ഹാരപ്പയും. സിന്ധു നദീതടത്തു നിന്നും വികസിച്ചതിനാൽ ഈ സംസ്കാരത്തെ സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സംസ്കാരങ്ങളിലൊന്നായിരുന്നു ഇത്. ഹാരപ്പൻ സംസ്കാരമെന്നും അറിയപ്പെടുന്നു. ആര്യന്മാരുടെ ആഗമന ഫലമായോ പ്രകൃതിക്ഷോഭത്താലോ ആണ് സിന്ധു നാഗരികത പൊലിഞ്ഞുപോയത്. ഹായ് ഓൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളൊന്ന് പരിശോധിക്കാം. ഇഷ്ടിക ഹാരപ്പൻ ജനതയുടെ ഒരു പ്രധാന നിർമ്മാണ വസ്തുവായിരുന്നു. അപ്പം ഇഷ്ടിക ഉപയോഗിക്കാൻ അവർ പ്രാപ്തരായിരുന്നു. അപ്പോൾ ഇഷ്ടിക ഹാരപ്പൻ ജനതയുടെ ഒരു പ്രധാന നിർമ്മാണ വസ്തുവായിരുന്നു. അതേപോലെ നോക്കൂ, പശുപതി, മാതൃദേവത, കാള എന്നിവ ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തികളായിരുന്നു. അപ്പോൾ ആരാധനാമൂർത്തികൾ ഏതൊക്കെയാണ്? പശുപതി, മാതൃദേവത, കാള എന്നിവ ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തികൾ ആയിരുന്നു. അടുത്ത് നോക്കി, സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം ഏതാണത്? നായയാണ്. അപ്പം സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം ഏതാണ്? നായയാണ്. അടുത്ത് നോക്കൂ, മെലൂഹ എന്നായിരുന്നു സുമേറിയൻ ജനത സിന്ധു നട സംസ്കാരത്തെ വിളിച്ചു പോന്നിരുന്നത്. എന്താണ് വിളിച്ചിരുന്നത്? മെലൂഹ എന്നായിരുന്നു സുമേറിയൻ ജനത സിന്ധു തട സംസ്കാരത്തെ അല്ലെങ്കിൽ ജനതയെ വിളിച്ചു പോന്നിരുന്നത്. അടുത്ത് നോക്കി, ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ഭക്ഷണധാന്യങ്ങൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ബാർലി എന്നിവയാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന ഭക്ഷണധാന്യങ്ങൾ. ഏതാണ്? ഗോതമ്പ്, ബാർലി. അതേപോലെ നോക്കൂ, ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം ഏതാണ്? ലോഥലാണ്. ഹാരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം ഏതാണ്? ലോഥൽ. അടുത്ത് നോക്കൂ, ഇരുമ്പ്, കുതിര എന്നിവ സൈന്ധവ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു. അപ്പം PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഈ ചോദ്യം. ഇരുമ്പ്, കുതിര എന്നിവ സൈന്ധവ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു. അവർക്കതിനെക്കുറിച്ച് അറിവ് ഉണ്ടായിരുന്നില്ല. അടുത്ത് നോക്കൂ, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ ഹാരപ്പൻ നഗരം ഏതാണ്? പഞ്ചാബിലെ
രൂപാറാണ്. പഞ്ചാബിലെ രൂപാർ. അപ്പോൾ ഇത് ഒന്നും മറക്കരുത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കണ്ടെത്തിയ ആദ്യ ഹാരപ്പൻ നഗരം ഏതാണ്? പഞ്ചാബിലെ രൂപാറാണ്. അതേപോലെ നോക്കി, ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ഹാരപ്പൻ ജനതയാണ്. ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ആരാണ്? ഹാരപ്പൻ ജനതയാണ്. അതേപോലെ നോക്കൂ, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഏതാണത്? ഹാരപ്പയാണ്. ഏതാണ്? ഹാരപ്പയാണ്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഹാരപ്പയാണ്. അത് കണ്ടെത്തിയത് ആരാണ്? ഇതൊക്കെ PSC ചോദിച്ചതാണ്. ദയാറാം സാഹ്നി 1921 ദയാറാം സാഹ്നിയാണ് ഹാരപ്പ കണ്ടെത്തിയത്. ആ സൈറ്റ് കണ്ടെത്തിയതാണ് ദയാറാം സാഹ്നി. മറക്കരുതേ. അതേപോലെ നോക്കൂ, ഹാരപ്പ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സിന്ധ് പ്രവിശ്യയിൽ, അതായത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ എവിടെയാണ്? സഹിവാൾ ജില്ലയിലാണ്. സഹിവാൾ ജില്ലയിലാണ്. അത് രവി നദിയുടെ കരയിലാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഹാരപ്പ ഇപ്പോൾ എവിടെയുള്ളത്? പാകിസ്ഥാനിലാണ്. അത് സിന്ധു പ്രവിശ്യയിലാണ്. എവിടെയാണ്? ഇതിപ്പം കറക്റ്റ് സ്ഥലം ഏതാണ്? സഹിവാൾ എന്ന് പറയുന്ന ജില്ലയിലാണ്. അത് രവി നദി കരയിലാണ്. ഇത്ര കാര്യം ഓർത്തിരിക്കുമല്ലോ. അടുത്ത് നോക്കൂ, ഋഗ്വേദത്തിൽ ഹരിയൂപിയ എന്ന വിശേഷണമുള്ളത് ഹാരപ്പയ്ക്കാണ്. അപ്പം ഋഗ്വേദത്തിൽ ഹരിയൂപിയ എന്ന വിശേഷണമുള്ളത് ഏതിനാണ്? ഹാരപ്പയ്ക്കാണ്. അതേപോലെ നോക്കൂ, സൈന്ധവ ജനത അല്ലെങ്കിൽ സിന്ധു നദീ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ജനതകൾ അല്ലേ, സൈന്ധവ ജനത മൃതദേഹങ്ങൾ പെട്ടികളിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് നൽകുന്ന ഒരു സ്ഥലം ഏതാണ്? ഹാരപ്പയാണ്. അപ്പോൾ നോക്കൂ, സൈന്ധവ ജനത മൃതദേഹങ്ങൾ പെട്ടികളിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് നൽകുന്ന ഒരേ ഒരു സ്ഥലമാണ്. ഏതാണ്? ഹാരപ്പയാണ്. മറക്കരുത്. അടുത്ത് നോക്കി, 2 നിരകൾ വീതമുള്ള 6 ധാന്യപ്പുരകൾ, തൊഴിൽശാലകൾ, പട്ടി, മാനിനെ വേടയാകുന്ന രൂപം, ചെറിയ കാളവണ്ടിയുടെ രൂപം എന്നിവ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ്. അപ്പം 2 നിരകൾ വീതമുള്ള 6 ധാന്യപ്പുരകൾ, അതേപോലെ നോക്കി തൊഴിൽശാലകൾ, പട്ടി മാനിനെ വേട്ടയാടുന്ന രൂപം, ചെറിയ കാളവണ്ടിയുടെ രൂപം എന്നിവയെ കണ്ടെത്തി എവിടെയാണ്? ഹാരപ്പയിൽ നിന്നാണ്. അപ്പം ഹാരപ്പയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമുക്ക് മോഹൻജാദാരോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കൾ നോക്കാം. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നു. അപ്പം മോഹൻജാദാരോയാണ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഏതാണ്? മോഹൻജാദാരോയാണ്. അടുത്ത് നോക്കൂ, ഇത് കണ്ടെത്തിയത് ആരാണ്? RD ബാനർജി 1922 അപ്പം ആരാ കണ്ടെത്തിയത്? മോഹൻജാദാരോ. RD ബാനർജി 1922. മറക്കരുത്. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. മറക്കരുത്. അപ്പോൾ 2 സൈറ്റുകളും കണ്ടെത്തിയ ആളുകളുടെ പേര് ഒന്ന് ഓർത്തിരിക്കണം. അതേപോലെ മരിച്ചവരുടെ കുന്ന്, അതും PSC ചോദിച്ചിട്ടുള്ളതാണ്. അത് അടുത്ത് നോക്കി, മോഹൻജാദാരോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പഞ്ചാബിലെ സിന്ധ് പ്രവിശ്യയിലാണ്. പാകിസ്ഥാനിലെ പഞ്ചാബിലെ സിന്ധ് പ്രവിശ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? മോഹൻജാദാരോ സ്ഥിതി ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് പറഞ്ഞ ഏതാണ്? സിന്ധു നദിക്കരയിൽ ലാർക്കാന ജില്ലയിലാണ്. എവിടെയാണ്? ലാർക്കാന ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഹാരപ്പയും മോഹൻജാദാരോയും ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നത്? രണ്ടും പാകിസ്ഥാനിലാണ്. ഒന്ന് ഹാരപ്പ എവിടെയാണ്? രവി നദിയുടെ കരയിലും. ഇപ്പോഴത്തെ നമ്മുടെ മോഹൻജാദാരോ എവിടെയാണ്? സിന്ധു നദിക്കരയിലാണ്, ലാർക്കാന ജില്ലയിലാണ്. ഇത്ര കാര്യം ഓർത്തല്ലോ. അടുത്ത് നോക്കൂ, മഹാജ്ഞാനഘട്ടം, അസംബ്ലി ഹാൾ, വലിയ ധാന്യപ്പുര, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പശുപതി മഹാദേവന്റെ രൂപം, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന ഒരു താടിക്കാരൻ്റെ രൂപം, എരുമയുടെ വെങ്കല രൂപം എന്നിവ കണ്ടെത്തിയത് എവിടെയാണ്? മോഹൻജാദാരോയിലാണ്. അപ്പോൾ ഇത്ര കാര്യം നോക്കണം. മഹാജ്ഞാനഘട്ടം, അസംബ്ലി ഹാൾ, വലിയ ധാന്യപ്പുര, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ, പശുപതി മഹാദേവന്റെ രൂപം, പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന ഒരു താടിക്കാരൻ്റെ രൂപം, എരുമയുടെ വെങ്കല രൂപം എന്നിവ കണ്ടെത്തിയത് എവിടെയാണ്? മോഹൻജാദാരോയിലാണ്. അടുത്തതായി നമുക്ക് അടുത്ത സൈറ്റായ ലോഥലിനെ കുറിച്ച് നോക്കാം. ആരാണ് ലോഥൽ കണ്ടെത്തിയത്? ലോഥൽ കണ്ടെത്തിയത് SR റാവു ആണ്. SR റാവു 1955 ലോഥൽ കണ്ടെത്തിയത്. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം. അതേപോലെ നോക്കി,
സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബേക്ക് അടുത്താണ്. അപ്പോൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബേക്ക് അടുത്താണ്. ഗൾഫ് ഓഫ് കാംബേ മറക്കണ്ട. അടുത്ത് നോക്കൂ, മനുഷ്യനിർമ്മിത തുറമുഖം, മുത്തുകൾ നിർമ്മിക്കുന്ന വ്യവസായശാലകൾ, അതേപോലെ നെൽകൃഷി ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ, പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ച് അടക്കിയതിൻ്റെ തെളിവുകൾ എന്നിവ ലോഥിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? മനുഷ്യനിർമ്മിത തുറമുഖം, മുത്തുകൾ നിർമ്മിക്കുന്ന വ്യവസായശാലകൾ, നെൽകൃഷി ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ, പുരുഷനെയും സ്ത്രീയെയും ഒന്നിച്ച് അടക്കിയതിൻ്റെ തെളിവുകൾ എന്നിവ ലോഥിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത നോക്കി, അടുത്ത സൈറ്റാണ് കാലിബംഗൻ. കാലിബംഗൻ കണ്ടുപിടിച്ചിരുന്ന ആരാണ്? 1953 എ ഘോഷാണ് കാലിബംഗൻ കണ്ടെത്തിയത്, മറക്കരുത്. അതേപോലെ കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കറുത്ത വളകൾ, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കൂ, എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന രീതി ഉണ്ടായിരുന്നത് കാലിബംഗനിലാണ്. എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന രീതി ഉണ്ടായിരുന്നത് എവിടെയാണ്? കാലിബംഗനിലാണ്. അതേപോലെ ഒട്ടകത്തിൻ്റെ എല്ലുകൾ, തീക്കുണ്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഉഴുതുമറിച്ച പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കാലിബംഗനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഒട്ടകത്തിൻ്റെ എല്ലുകൾ, തീകുണ്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഉഴുതുമറിച്ച പാടങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കാലിബംഗനിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ നോക്കി, പ്രധാനപ്പെട്ട ഒന്നാണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാനിലെ ഗഗ്ഗാർ നദിക്കരയിലാണ്. അപ്പോൾ രാജസ്ഥാനാണ്, മറക്കരുത്. ഏത് നദിക്കരയിലാണ്? ഗഗ്ഗാർ നദിക്കരയിലാണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നോക്കൂ, മറ്റൊരു സൈറ്റാണ് ധോളാവീര. ഏതാണ്? ധോളാവീര. നോക്കിയേ, 1985-90 കാലഘട്ടങ്ങളിലായി ആരാണ് കണ്ടെത്തിയത്? RS ദീക്ഷിതാണ് കണ്ടെത്തിയത്. RS ദീക്ഷിത് കണ്ടെത്തിയതാണ് ഏത്? ധോളാവീര സൈറ്റ് അല്ലേ. അടുത്ത് നോക്കൂ, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്, മറക്കരുത്. അതേപോലെ നോക്കൂ, ഏകീകൃത ജലസേചന സംവിധാനമുണ്ടായിരുന്ന ഒരു പ്രധാന നഗരമായിരുന്നു ധോളാവീര. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ഏകീകൃത ജലസേചന സംവിധാനമുണ്ടായിരുന്ന ഒരു പ്രധാന നഗരം ഏതാണ്? ധോളാവീരയാണ്. അതേപോലെ നോക്കി, അടുത്തത് നോക്കി, സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളിൽ അവസാനം കണ്ടെത്തിയ നഗരങ്ങളിലൊന്നാണ് ധോളാവീര, മറക്കരുത്. അപ്പോൾ കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ട് ഇതിലേതാണ് അവസാനം കണ്ടെത്തിയതെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളിൽ അവസാനം കണ്ടെത്തിയ നഗരങ്ങളിലൊന്നാണ് ഏത്? ധോളാവീര. അപ്പം സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഇനി നമുക്ക് PSC ആവർത്തിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഏതാണ്? മോഹൻജാദാരോയാണ്. അടുത്ത ചോദ്യം നോക്കൂ, ലോകത്തിൽ ആദ്യമായി ഡ്രെയിനേജ് സംവിധാനം സ്ഥാപിതമായ നഗരം ഏതാണ്? മോഹൻജാദാരോയാണ്. അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം എവിടെയാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്? മോഹൻജാദാരോയിലാണ്. അടുത്ത് നോക്കൂ, വലിയ കുളം അഥവാ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കണ്ടെത്തിയത്? ഏതു സ്ഥലത്താണ്? എവിടെയാണ്? മോഹൻജാദാരോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വലിയ കുളം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മോഹൻജാദാരോയിലാണ്. അടുത്ത് നോക്കൂ, മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാരം ഏതാണ്? മോഹൻജാദാരോ. മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാരം ഏതാണ്? മോഹൻജാദാരോ. അടുത്ത് നോക്കൂ, സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവം ഏതാണ്? മാതൃദേവത. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺദൈവമായതാണ് മാതൃദേവതയാണ്. അതേപോലെ നോക്കി, സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം എന്നാണ്? 1921. അടുത്ത് നോക്കൂ, സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മരം ആരാണ്? ഏതാണ്? ആൽമരമാണ്. ആൽമരത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. അടുത്ത് നോക്കി, സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹം ഏതാണ്? ഇരുമ്പാണ്, മറക്കണ്ട. അടുത്ത് നോക്കൂ, സിന്ധു നദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ജോൺ മാർഷലാണ്. ജോൺ മാർഷൽ. അടുത്ത ചോദ്യം, സിന്ധു നദീതട സംസ്കാര കാലഘട്ടങ്ങളിലെ വീടുകൾ നിർമ്മിക്കപ്പെട്ടത് എന്തുപയോഗിച്ചിട്ടാണ്? ഏതാണ്? ഇഷ്ടികയാണ്. ഇഷ്ടിക. 11ാമത്തെ ചോദ്യം, സിന്ധു സംസ്കാര കാലഘട്ടത്ത് ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? ചിത്രലിപിയാണ്, മറക്കണ്ട. സിന്ധു സംസ്കാര കാലഘട്ടത്ത് ഉപയോഗിച്ചിരുന്ന ലിപി ഏതാണ്? ചിത്രലിപിയാണ്. അടുത്ത ചോദ്യം, സിന്ധു സംസ്കാര കേന്ദ്രമായ ബനാവലി ഏത് നദിയുടെ തീരത്തായ? ഏതാണ്? ഘഗ്ഗർ നദി. ഏതാണ്? ഘഗ്ഗർ. അപ്പം ബനാവലി ഏതാണ്? ഘഗ്ഗർ നദിയുടെ തീരത്താണ്. അടുത്ത് നോക്കി, സിന്ധു സംസ്കാര കേന്ദ്രമായ
റോപ്പർ ഏതു നദിയുടെ തീരത്താണ്? ഏതാണ്? സത്ലജ് ആണ്. സത്ലജ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? നഗരാസൂത്രണമാണ്. നഗരാസൂത്രണമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അടുത്ത ചോദ്യം നോക്കൂ. സിന്ധു നദീതട സംസ്കാര കാലത്തെ തുറമുഖം ഏതായിരുന്നു? പ്രധാന തുറമുഖം ലോഥലാണ്. ലോഥൽ. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം ഏതാണ്? സിന്ധു ആണ്. അടുത്ത ചോദ്യം. ഹാരപ്പ കണ്ടെത്തിയ വർഷം ഏതാണ്? 1921 ഹാരപ്പ കണ്ടെത്തിയ വർഷം. ആരാണ് ഹാരപ്പ കണ്ടെത്തിയത്? ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ആരാണ്? ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷൽ. അതേപോലെ നോക്കൂ. അളവ് തൂക്കങ്ങൾക്ക് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത് ഏതു സംഖ്യയുടെ ഗണിതങ്ങളാണ്? ഏതാണ്? 16 കേട്ടോ. അളവ് തൂക്കങ്ങൾക്ക് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നത് ഏത് സംഖ്യയുടെ ഗുണിതങ്ങളാണ്? ഏതാണ്? 16. ഓക്കെ, PSC മുൻ വർഷത്തെ ചോദ്യങ്ങളാണ്. അടുത്ത് നോക്കൂ. ഹാരപ്പൻ ജനതയുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്ന ആൺദൈവം ആരാണ്? പശുപതിയാണ്. പശുപതി, മറക്കണ്ട. അതേപോലെ 21ാമത്തെ ചോദ്യം. ഹാരപ്പയും മോഹൻജാദാരോയും ഇപ്പോൾ ഏത് രാജ്യത്താണ്? എവിടെയാണ്? കൂടുതൽ സൈറ്റുകൾ എവിടെയുള്ളത്? പാകിസ്ഥാനിലാണ് അല്ലേ. അതേപോലെ നോക്കൂ. ഏറ്റവും കൂടുതൽ ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബ്. അതേപോലെ സൈന്ധവ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത് ആരാണ്? ദയാറാം സാഹിനിയാണ്. ദയാറാം സാഹിനി. അടുത്ത ചോദ്യം. സൈന്ധവ സംസ്കാരത്തിൻ്റെ ഭാഗമായ ലോത്തൽ കണ്ടെത്തിയത് ആരാണ്? RS റാവു ആണ്. RS റാവു. അതേപോലെ സൈന്ധവ സംസ്കാരത്തിൻ്റെ ഭാഗമായ ധോളാവീര സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ധോളാവീര സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഏതാണ്? ഖാദിർ ദ്വീപാണ്. ഖാദിർ, മറക്കണ്ട. 26ാമത്തെ ചോദ്യം. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ എവിടെയാണ് ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത്? എവിടെയാണ്? കാലിബംഗനിലാണ്. എവിടെയാണ്? കാലിബംഗൻ. അടുത്ത ചോദ്യം. രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ധവ സംസ്കാര കേന്ദ്രം ഏതാണ്? കാലിബംഗനാണ്. രാജസ്ഥാനിലെ പ്രശസ്തമായ സൈന്ധവ സംസ്കാര കേന്ദ്രം ഏതാണ്? കാലിബംഗൻ. അതേപോലെ 28ാമത്തെ ചോദ്യം നോക്കൂ. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ എവിടെയാണ് ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത്? ഉഴുതുമറിച്ച നിലം കാണപ്പെട്ടത് എവിടെയാണ്? എവിടെയാ? കാലിബംഗനിലാണ്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതിൽ ആരാണ് അത് ആ സൈറ്റിലെ ആ സൈറ്റ് കണ്ടെത്തിയത് ആരാണ്? അത് ഇന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് ചോദ്യം ചോദിക്കുക. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട വസ്തുതകൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.